ഫ്രണ്ട്സ്, എല്ലാവർക്കും LS നേച്ചർ വേഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഔഷധ സോപ്പ് തയ്യാറാക്കാം. അത് നോർമൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഔഷധ സോപ്പാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. നമുക്ക് ഔഷധ സോപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് പനിക്കൂർക്കയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത്. ഇത് കഞ്ഞിക്കൂർക്ക എന്നൊക്കെ പറയും, ഞങ്ങളിവിടെ പനിക്കൂർക്ക എന്നാണ് പറയുക. ഇതേപോലെ ഇരിക്കുന്ന ഇലയാണത്. ഈ ഇല നന്നായി കഴുകി വൃത്തിയാക്കിയത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ആര്യവേപ്പില ഇല പൊട്ടിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത ആര്യവേപ്പിൻ്റെ ഇലയാണ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് കൃഷ്ണ തുളസിയുടെ ഇല എടുത്തിട്ടുണ്ട്. അതും പൊട്ടിച്ച് നന്നായി ക്ലീൻ ചെയ്തെടുത്ത കൃഷ്ണ തുളസിയുടെ ഇലയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് കറ്റാർവാഴയാണ്. കറ്റാർവാഴയുടെ ജെല്ല് അത് നമ്മൾ വീട്ടിൽ നിന്ന് പൊട്ടിച്ചിട്ട് എടുത്ത് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിലെ ജെല്ല് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഇത് നമ്മൾ ഒരു കപ്പ് എടുക്കുന്നുണ്ട്. ഇതും ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു 1/2 കിലോൻ്റെ സോപ്പ് ബേസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഓൺലൈനിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് 1/2 കിലോൻ്റെ സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട്. പിന്നെ വിറ്റാമിൻ ഇ ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടി നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള മോൾഡ് അതും എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ കൃഷ്ണ തുളസിയുടെ ഇല ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് തുളസിയുടെ ഇല ഒന്ന് അരച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് നീര് പിഴിഞ്ഞെടുക്കാം. ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ആര്യവേപ്പില ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. ആര്യവേപ്പില നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ നീരും നമുക്ക് പിഴിഞ്ഞ് ബൗളിൽ ഒഴിക്കാം. ഇനി നമുക്ക് പനിക്കൂർക്കയുടെ ഇല മിക്സിയുടെ ജാറിലിട്ടിട്ട് അതും ഒന്ന് ചതച്ച് കൊണ്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഒറിജിനൽ ആലോവേര ചെടിയിൽ നിന്ന് എടുത്ത ജെല്ലാണിത്. ഇത് ജെല്ലെടുത്തിട്ട് ഞാൻ കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ കറ കളഞ്ഞ ജെല്ലാണിത്. ഇത് നമുക്ക് ഇതിൻ്റെ കറയൊന്നും പോയിട്ടില്ലെങ്കിൽ ചിലർക്ക് ഇതൊന്ന് ചൊറിച്ചിൽ അനുഭവപ്പെടും. അത് മുറിച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തണ്ടീൻ്റെ അടുത്ത് കൂടെ ഒരു മഞ്ഞ കളറിൽ ഇതിൻ്റെ കറ പോണത് കാണാം. ഇതങ്ങനെ എടുത്ത് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഇട്ട് വെച്ചിരുന്ന ആലോവേര ജെല്ലാണ്. ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് അടിച്ചു കൊണ്ടുവരാം. ഈ ആലോവേര ജെല്ല് ഒന്ന് മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചു വയ്ക്കാം. ഇത് 1/4 കപ്പ് അളവിലുള്ള പാത്രമാണ്. ഇതിൽ 60 മില്ലി കൊള്ളും. ഇതിൽ നമുക്ക് പനിക്കൂർക്കയും ആര്യവേപ്പും തുളസിയും കൂടി ചതച്ച് പിഴിഞ്ഞെടുത്ത് നീരൊരു 45 ml കിട്ടിയിട്ടുണ്ട്. അതിൽ കൂടെ നമുക്ക് ആലോവേര ജെല്ല് എടുത്ത നീര് അത് നമുക്കൊരു 15 ml ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് 1/4 കപ്പ് അളവിൽ ഇതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. ഞാനിത് 1/2 കിലോൻ്റെ ഗ്ലിസറിൻ സോപ്പ് ബേസാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത സോപ്പ് ബേസാണിത്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഡബിൾ ബോയിൽ ചെയ്ത് ഇത് ഉരുക്കിയെടുക്കാം. സോപ്പ് ബേസ് ഉരുക്കിയെടുക്കാനായിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കാം.
വെള്ളം തിളയ്ക്കുന്നുണ്ട്. നമുക്ക് സോപ്പ് ബേസ് ഉരുകാനായിട്ട് ഇതിൻ്റെ മുകളിൽ പാത്രം വയ്ക്കാം. ഇത് നന്നായിട്ട് ഉരുകി വരട്ടെ. സോപ്പ് ബേസ് ഉരുകി വരുന്നുണ്ട്. ഇത് നന്നായി ഉരുകി വരട്ടെ. സോപ്പ് ബേസ് ഉരുകി വരുമ്പോഴേക്കും നമുക്ക് ഈ ഔഷധ കൂട്ടിലേക്ക് നമുക്കൊരു 10 തുള്ളി വിറ്റാമിൻ ഇ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതേപോലെയുള്ള വിറ്റാമിൻ ഇ ഓയിലാണ് കുപ്പിയിൽ മേടിച്ചിരിക്കുന്നത്. ഇതല്ലെങ്കിൽ നമ്മളെ കടകളിൽ നിന്നൊക്കെ വിറ്റാമിൻ ഇ ഓയിൽ ക്യാപ്സ്യൂൾ മേടിക്കാൻ കിട്ടും. അതൊരു 4 എണ്ണം മേടിച്ചിട്ട് അത് പൊട്ടിച്ച് ഇതിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഞാനിതിൽ നിന്ന് ഒരു തുള്ളി ഓയിലെടുത്തിട്ട് ഈ മോൾഡിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. സോപ്പ് ബേസ് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഔഷധക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ സോപ്പിനൊരു സ്മെല്ലിന് വേണ്ടിയിട്ടൊരു ഫ്രാഗ്രൻ മേടിച്ചിട്ടുണ്ട്. ഇത് ചന്ദനത്തിൻ്റെ സ്മെല്ലാണ്. അത് ഒരു 1/4 സ്പൂൺ കൊണ്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു സ്പൂണിൽ 1/4 സ്പൂൺ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിപ്പോഴും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് ഈ മിക്സ് ഇതിൻ്റെ സോപ്പ് മോൾഡിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഇതുപോലെ വരുന്ന പാട പോലെ വരുന്നതൊന്ന് എടുത്ത് കളയാം. ഇതേപോലെ പാട കെട്ടിയത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല മെഡിമിക്സ് സോപ്പ്, ചന്ദ്രിക സോപ്പൊക്കെ പോലെയുള്ള കളറിലുള്ള സോപ്പ് കിട്ടും. ഇത് എല്ലാ സ്കിൻകാർക്കും ഉപയോഗിക്കാൻ പറ്റും. മുഖത്തുണ്ടാകുന്ന കറുത്ത പുള്ളികളൊക്കെ പോവാനും ഇതൊക്കെ നല്ലൊരു സോപ്പാണ്. നല്ലൊരു ഔഷധ സോപ്പാണിത്. ഈ മോൾഡിൽ ഒഴിച്ചതിന് ശേഷം എനിക്ക് ഇതേപോലെ 2 പാത്രങ്ങളിൽ ഒഴിക്കാനുള്ള സോപ്പിൻ്റെ കൂട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനത് പാത്രത്തിലും കൂടിയും ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 3 മണിക്കൂറോളം നമുക്ക് പുറത്ത് തന്നെ വെച്ചിട്ട് ഇത് സെറ്റായി കിട്ടും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇത് പുറത്ത് തന്നെ വെച്ചാൽ മതി. നമ്മുടെ ഔഷധ സോപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. 3 മണിക്കൂറായപ്പോഴേക്കും ഇത് സെറ്റായി നല്ല സോപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ നമുക്കിത് വിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല സൂപ്പർ സോപ്പായിട്ടുണ്ട്. ഇത് നമ്മുടെ ചന്ദ്രിക സോപ്പ്, മെഡിമിക്സ് സോപ്പിൻ്റെ ഒക്കെ പോലെയുള്ള കളറിലുള്ള സോപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ വേറൊരു കളറും ഞാൻ ചേർത്തിട്ടില്ല. ഇതുപോലെ എല്ലാ സോപ്പുകളും നമുക്ക് വെടിച്ചെടുക്കാം. ഈ മോൾഡിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് സോപ്പ് എടുക്കാൻ പറ്റും. ഇങ്ങനെ 4 സോപ്പ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെറിയ പാത്രങ്ങളിലാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വിറ്റാമിൻ ഓയിൽ തുടച്ചു കൊടുത്തിട്ടുണ്ട്. അത് കാരണം അതും പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ നല്ല ഡിസൈനുള്ള സോപ്പ് തയ്യാറായി കിട്ടി. പെട്ടെന്ന് തന്നെ സോപ്പ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് നല്ല സോപ്പാണ്. ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്നതാണ്. കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന സോപ്പാണിത്. കുട്ടികൾക്കൊക്കെ എൻ്റെ മോൾക്കൊക്കെ തയ്യാറാക്കി ഗൾഫിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. നല്ല റിസൾട്ടാണ് എല്ലാവരും പറയുന്നത്.
സോപ്പ് ബേസൊക്കെ മേടിച്ചിട്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെ എല്ലാവരും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.